വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സെറ്റിൻ്റെ MCQs ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി നെയിം ഓഫ് ദി ലാംഗ്വേജ് ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ കോംപ്രഹെൻഡ് ആൻഡ് യൂസ് ഇസ്. ഏതാണെന്നുള്ളത്, അതായത് ഏതാണ് ആ പറയുന്ന ഒരു ലാംഗ്വേജ് ഒരു കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാൻ തരത്തിൽ പറ്റാവുന്ന ഒരു കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സിസ്റ്റം പ്രോഗ്രാം ആണ്. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ദി നെയിം ഓഫ് ദി ലാംഗ്വേജ് ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ കോംപ്രഹെൻഡ് ആൻഡ് യൂസ് ഈസ്. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാനും അതുപോലെ മനസ്സിലാക്കാനും കഴിയാവുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി, മെഷീൻ ലാംഗ്വേജ്. കാരണം എന്താണ്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. അതിന് മനസ്സിലാവുന്ന കൈൻഡ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഏതൊരു ലാംഗ്വേജിൽ, അതായത് നമുക്ക് മനസ്സിലാവുന്ന, യൂസർക്ക് മനസ്സിലാവുന്ന ഏതൊരു ലാംഗ്വേജ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്താലും അത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ അതിനെ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് കോംപ്രഹെൻഡ് ചെയ്യാനും അതുപോലെ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, മെഷീൻ ലാംഗ്വേജ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫ്രേസ് ഹാർഡ് കോപ്പി റെഫേഴ്സ് ടു. അതായത് ഹാർഡ് കോപ്പി എന്ന് പറയുന്ന ഒരു ഫ്രേസ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഹാർഡ് കോപ്പി എന്ന് പറയുന്ന ആ ഒരു ടേം എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രിന്റഡ് ഔട്ട്പുട്ട്. ഒരു പ്രിന്റഡ് ആയിട്ട് ഒരു ഔട്ട്പുട്ടിനെയാണോ നമ്മൾ ഈ പറയുന്ന ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്? അതോ ഒരു റൈറ്റിംഗ് ഓൺ എ ഹാർഡ് ബോർഡ്, ഒരു ഹാർഡ് ബോർഡിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്നതിനെയാണോ നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്? അതോ സ്റ്റോറിംഗ് ഓഫ് ദി ഇൻഫർമേഷൻ ഓൺ ദി ഹാർഡ് ഡിസ്ക്, ഹാർഡ് ഡിസ്കിനകത്ത് നമ്മളൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിനെയാണോ നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്? അതോ ഈ പറയുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ ഹാർഡ് കോപ്പി എന്നാണോ പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പെർട്ടിക്കുലർലി ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് പ്രിന്റഡ് കോപ്പീനെ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹാർഡ് കോപ്പി എന്ന് പറയുക. അതേ സാധനം നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? സോഫ്റ്റ് കോപ്പി എന്നാണ്. ഒരു ഡിവൈസിൽ ഈ വരുന്ന ഔട്ട്പുട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സോഫ്റ്റ് കോപ്പി എന്നും, ആ പ്രിന്റഡ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ വെക്കുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹാർഡ് കോപ്പി എന്നും പറയുന്നത്. സോ ഇതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, പ്രിന്റഡ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് കാൺട്ട് ബി ഡിലീറ്റഡ്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റോറേജ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റോറേജ്, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനേ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഏതൊരു ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, CD-ROM. ഓപ്ഷൻ ബി, മാഗ്നറ്റിക് ടേപ്പ് സ്റ്റോറേജ്. ഓപ്ഷൻ സി, ഫ്ലോപ്പി ഡിസ്ക്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഈ പറയുന്ന സ്റ്റോറേജ്, ഓക്കെ, ഒരു സ്റ്റോറേജ്, ദ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ദാറ്റ് കാൺട്ട് ബി ഡിലീറ്റഡ് എന്നാണ് ചോദിച്ചത്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റോറേജിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ CD-ROM ആണോ, അതോ മാഗ്നറ്റിക് ടേപ്പ് സ്റ്റോറേജ് ആണോ, അതോ ഫ്ലോപ്പി ഡിസ്ക് ആണോ, അതോ ഈ പറയുന്ന മൂന്നെണ്ണത്തിനെയും നമ്മൾ ഈ പറയുന്ന ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നാണോ പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ മാഗ്നറ്റിക് ടേപ്പ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സെക്കൻഡറി സ്റ്റോറേജ് ആണ്, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലോപ്പി ഡിസ്കും നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ആണ്, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ CD-ROM എന്ന് പറയുന്നത് എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ് അല്ലേ? റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ അത് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ, നമുക്കതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ, CD-ROM ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റോറേജ് യൂണിറ്റ് ഇസ് ഹയസ്റ്റ് ഇൻ കപ്പാസിറ്റി. തന്നിരിക്കുന്ന സ്റ്റോറേജ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ, സ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ KB അഥവാ കിലോബൈറ്റ്. ഓപ്ഷൻ ബി GB അഥവാ ജിഗാബൈറ്റ്. ഓപ്ഷൻ സി MB അഥവാ മെഗാബൈറ്റ്. ഓപ്ഷൻ ഡി TB അഥവാ ടെറാബൈറ്റ്. ഇതിൽ നമുക്ക് വരാവുന്നത് ഏതാണ്? KB ആയിരിക്കോ,
GB ആയിരിക്കോ, MB ആയിരിക്കോ, TB ആയിരിക്കോ? ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ മെമ്മറി കപ്പാസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് TB. TBക്കാണ്, അതായത് കിലോബൈറ്റിനെയും ജിഗാബൈറ്റിനെയും മെഗാബൈറ്റിനേക്കാളൊക്കെ എത്രയോ സ്റ്റോറിംഗ് കപ്പാസിറ്റി കൂടുതലാണ് ആർക്ക്? ഈ പറയുന്ന TB എന്ന് പറയുന്നത്. TB is terabyte. So here fourth question, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് കപ്പാസിറ്റിയിൽ കൊടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? TB ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്വാളിഫൈസ് ആസ് സെക്കൻഡറി മെമ്മറി? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് സെക്കൻഡറി മെമ്മറിയിലോട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ബി കീബോർഡ്, ഓപ്ഷൻ സി ALU, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നമുക്ക് സെക്കൻഡറി മെമ്മറി ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏത് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കീബോർഡ്. കീബോർഡിനെ നമുക്കൊരു മെമ്മറി ഡിവൈസ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ടോ? ഇല്ല. ALUവിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. കാൽക്കുലേഷൻസിന് അല്ലെങ്കിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ALU ഉപയോഗിക്കുക. ഇനി ഡിസ്ക്. ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ് അല്ലേ? ഡിസ്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ് എന്താ ഡിസ്ക് എന്ന് പറയുന്നത്. സോ അതൊരു സെക്കൻഡറി മെമ്മറി ആണ്. സോ ഹിയർ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, ഡിസ്ക് കേട്ടോ. A set of computer programs used on a computer to perform different tasks is called. അതായത് ഒരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ടാസ്കുകൾ പെർഫോം ചെയ്യാനാണ് നമ്മൾ ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സാധനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ്, ഓപ്ഷൻ ബി പ്രോസസ്സേഴ്സ്, ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ഹാർഡ്വെയർ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. ആ പ്രോഗ്രാംസ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിന് ഡിഫറെൻറ്റ് ടാസ്ക്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്താണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? സോ അതിന് നമ്മൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ മാത്രമേ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുള്ളൂ. പക്ഷേ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടാസ്കുകൾ പെർഫോം ചെയ്യണം അല്ലേ? സോ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ പറയില്ല, അത് തെറ്റാണ്. രണ്ടാമത്തേത് പ്രോസസ്സർ. പ്രോസസ്സർ ആണ് ഈ പറയുന്ന എല്ലാ ടാസ്കുകളും കമ്പ്യൂട്ടറിനെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറ്. പക്ഷെ അവരൊരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണോ? അല്ല. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് തന്നെയാണ്. നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള എനി കൈൻഡ് ഓഫ് ടാസ്ക്, പെർട്ടിക്കുലർ എന്നില്ല, ഡിഫറെൻറ്റ് ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാമുകളൊന്നുമല്ല, ഇറ്റ് ഈസ് ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഹാർഡ്വെയർസ് എന്ന് പറയാം. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ ആണ്. സോ ഈ പറയുന്നത് സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഓൺ എ കമ്പ്യൂട്ടർ ടു പെർഫോം ഡിഫറെൻറ്റ് ടാസ്ക് ഇസ് കോൾഡ് ആസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സോഫ്റ്റ്വെയർ അല്ലാത്തത്, വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എന്നാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ടൈപ്പ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ. അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ടൈപ്പ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എന്തായിരിക്കും? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി സിസ്റ്റം നമ്മൾ ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മീൻ ബൈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? അതായത് യൂസർക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ
ആ പർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ യൂസർക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനെ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതിനെ നോർമലി ഈ പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും എന്താണ്, ഒരു കൈൻഡ് ഓഫ് നോർമൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്താണ് ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ഡിവൈസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പോണന്റ് ആണ് എന്ത്, ഈ പറയുന്ന ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? OSും അതുപോലെ തന്നെ അത് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, അതൊരു കമ്പോണന്റ് ആണ്. സോ ഇവിടെ നോട്ട് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഡ്രൈവർ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഈസ് ടു ടേൺ ഡേറ്റ ഇൻടു, എന്താണ്? അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഈ ഒരു ഡാറ്റയെ എന്താക്കി മാറ്റാനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, ഓപ്ഷൻ ബി പ്രോഗ്രാം, ഓപ്ഷൻ സി ഒബ്ജക്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ബോത്ത് എ ആൻഡ് സി. അപ്പൊ എന്തായിട്ട് മാറ്റാൻ, ഡാറ്റയെ എന്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡാറ്റയോ വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡാറ്റയെ എന്താക്കി മാറ്റാനാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ആണോ, ഓപ്ഷൻ ബി പ്രോഗ്രാം ആണോ, ഓപ്ഷൻ സി ഒബ്ജക്റ്റ് ആണോ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണോ? നോർമലി നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഇൻപുട്ട് ചെയ്ത് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഔട്ട്പുട്ട് അഥവാ ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന കമ്പ്യൂട്ടർ പോലെ തന്നെ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആയിട്ട് യൂസർക്ക് തിരിച്ചു തരും. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ എ ഇൻഫർമേഷൻ ആണ്. ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി തരലാണ് ആരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ ആൻഡ് ഗൂഗിൾ ഡോക്സ് ആർ എക്സാമ്പിൾസ് ഓഫ്, എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, ഗൂഗിൾ ഡോക്സ് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ 4 സോഫ്റ്റ്വെയറിൽ ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണോ? അല്ല. അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? അല്ല. ഇതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ? അല്ല. അപ്പോൾ ഇത് എന്തൊരു കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്? ഇതൊക്കെ യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, ഗൂഗിൾ ഡോക്ക് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a computer that functions as an intermediary between computer user and computer hardware is called as, എന്താണെന്നാണ് പറയുക. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്, അത് എന്ത് ചെയ്യും, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ യൂസറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിവൈസിനെ നമ്മൾ എന്താണ് പറയുക, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനെ, ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി ഹാർഡ്വെയർ, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി ഡ്രൈവേഴ്സ്. അപ്പൊ ഇതിൽ ഏതാണ് ഒരു ഇന്റർമീഡിയറി ആയിട്ട് നിന്നിട്ട് കമ്പ്യൂട്ടറിന്റെ യൂസറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡ്രൈവർ. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്. ഒരു പർട്ടിക്കുലർലി ഒരു സിസ്റ്റം ചെയ്യേണ്ട ഏതോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്കിനെ, പർട്ടിക്കുലർ എന്നല്ല, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാസ്കിനെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുക? സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഹാർഡ്വെയർ ആണെങ്കിലോ, ഹാർഡ്വെയർ ആണോ ഈ പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ യൂസറിന്റെയും ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നത്? അല്ല. ഇനി നെക്സ്റ്റ് വൺ ഡ്രൈവേഴ്സ്. ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് കമ്പോണൻസ് ആണ്. അതൊരിക്കലും ഈ പറയുന്ന ഡിവൈസും അതുപോലെ തന്നെ ഹാർഡ്വെയറും തമ്മിലുള്ള
കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസർ അല്ലെങ്കിൽ ഹാർഡ്വെയർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുക. ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ യൂസറിനെയും അതുപോലെ തന്നെ ഹാർഡ്വെയറിൻ്റെയും ഇന്റർമീഡിയറി ആയിട്ട് നിന്നിട്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കിയിട്ട് പ്രോഗ്രാം ചെയ്ത് തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിവൈസ് that allows user to feed data into computer for analysis and storage and to give commands to their computer is called as. എന്താണെന്നാണ് പറയുക, ഒരു ഡിവൈസ് ആണ്, എന്ത് ചെയ്യും, ഇറ്റ് ഹെൽപ്സ് ദി അലോസ് ഐ മീൻ ഇറ്റ് അലോസ് ദി യൂസറിനെ ഡാറ്റ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അനാലിസിസ് ഒക്കെ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന കൈൻഡ് ഓഫ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്ഷൻ ബി ഇൻപുട്ട് ഡിവൈസ്, ഓപ്ഷൻ സി മെമ്മറി, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഏത് കൈൻഡ് ഓഫ് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്യുന്നത്, അത് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതും കമാൻഡൊക്കെ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, ഇൻപുട്ട് ഡിവൈസ് ആണോ, മെമ്മറി ആണോ, അതോ രണ്ടും ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഡാറ്റയൊക്കെ അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയൊക്കെ ഫീഡ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് കമാൻഡ് ഒക്കെ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയാറ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയാറ്. അതായത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡിവൈസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയാറ്. മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് ഡിവൈസിൽ കൂടെ പോകുന്ന കമാൻഡ്സ് അല്ലെങ്കിൽ ഡേറ്റ എന്തായിക്കോട്ടെ അത് ഫുള്ള് പെർഫോം ചെയ്ത് കഴിഞ്ഞ ശേഷം, അതായത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് കൈൻഡ് ഓഫ് ടാസ്ക് ആണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മെമ്മറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ അതുപോലെ തന്നെ കമാൻഡൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏത് കൈൻഡ് ഓഫ് ഡിവൈസിൽ കൂടെ ആയിരിക്കും, ഇൻപുട്ട് ഡിവൈസ് അല്ലേ. സോ ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡാറ്റ കളക്ട് ചെയ്യലൊക്കെ ചെയ്യുന്നത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഇൻപുട്ട് ഡിവൈസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് കമ്പ്യൂട്ടർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് വിച്ച് ഡിവൈസ്. ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് യൂസർ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻപുട്ട് ഡിവൈസ്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ ഡിവൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ബോത്ത് എ ആൻഡ് ബി. അതായത് യൂസർ കമ്മ്യൂണിക്കേറ്റ്, അതായത് കമ്പ്യൂട്ടറുമായിട്ട് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് കൈൻഡ് ഓഫ് ഡിവൈസ് വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ഡിവൈസ് യൂസർ കമാൻഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയുക പ്രോസസ്ഡ് ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡിവൈസ്, അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടോ, ഈവൻ അങ്ങനെ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്, ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബോത്ത് എ ആൻഡ് ബി. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, യൂസർ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വെച്ചിട്ടാണ് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which device allows you to enter data and instruction into computer. കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റയും അതുപോലെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഡിവൈസ് ആണ് നമ്മളെ അലോ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻപുട്ട് ഡിവൈസ്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്ഷൻ സി ALU, ഓപ്ഷൻ ഡി CPU. ഏത് കൈൻഡ് ഓഫ് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻപുട്ട് ഡിവൈസ് ആണ്. കാരണം ഒരു യൂസർ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത് കൊടുക്കുന്നത് ഏത് കൂടെ ആയിരിക്കും, ഒരു ഇൻപുട്ട് ഡിവൈസിൽ കൂടെ ആയിരിക്കും. എനി കൈൻഡ് ഓഫ് ഡാറ്റ that you need to enter into computer can be done through only input devices. So input device ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which device converts human understandable data and programs into 4
that computers can understand and process. അതായത് ഏത് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ, അതായത് ഹ്യൂമൻ റീഡബിൾ ഡേറ്റ അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഡേറ്റാസ് അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ പ്രോഗ്രാം ആക്കിയിട്ട് മാറ്റുന്നത്. അതായത് യൂസർക്ക് അറിയാവുന്ന ഭാഷയിൽ കൊടുക്കുന്ന ഡേറ്റയെ കമ്പ്യൂട്ടർക്ക് അറിയാവുന്ന ഡാറ്റയുടെ ടൈപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് കൈൻഡ് ഓഫ് ഡിവൈസസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മോണിറ്റർ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇൻപുട്ട്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്. സോ ഏത് ഡിവൈസ് ആണ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഡേറ്റയെ കമ്പ്യൂട്ടറിൻ്റെ മനസ്സിലാവുന്ന രീതിയിലോട്ട് മാറ്റുന്നതും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കാനും കഴിയുന്നത് ആക്കുന്നത് ഏത് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഇൻപുട്ട്. ഇൻപുട്ട് ഡിവൈസസ് ആണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഡേറ്റയെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് മാറ്റിയിട്ട് പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which input device is used to move the cursor position on a monitor screen? മോണിറ്റർ സ്ക്രീനിനകത്ത് കേഴ്സറിൻ്റെ പൊസിഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മോണിറ്ററിനകത്ത് എന്തുണ്ട്? കേഴ്സർ ഉണ്ട്. സോ ഈ കേഴ്സർ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക്സ്, ഓപ്ഷൻ സി ലൈറ്റ് പെൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ബോത്ത് എ ആൻഡ് ബി. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് കേഴ്സർ പൊസിഷൻസ് നമ്മൾ മോണിറ്റർ സ്ക്രീനിന് മോണിറ്റർ സ്ക്രീനിനുള്ളിലുള്ള കേഴ്സർ പൊസിഷൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗസും അതുപോലെ ലൈറ്റ് പെന്നും, ഇത് രണ്ടുമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? കേഴ്സർ പൊസിഷൻസ് മാറാൻ വേണ്ടി നമ്മൾ മോണിറ്റർ സ്ക്രീനിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം ബോത്ത് മൗസ് ആൻഡ് ദി ലൈറ്റ് പെൻ രണ്ട് നമുക്ക് കേഴ്സർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിവൈസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ദ റിസൾട്ട് ഓഫ് ഡേറ്റ പ്രോസസ്ഡ് ബൈ ദി കമ്പ്യൂട്ടർ ആൻഡ് കൺവേർട്സ് ദ ഡിജിറ്റൽ ഇൻഫർമേഷൻ into form that humans can easily read and understood is called as. അതായത് ഒരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലായിരിക്കുമല്ലോ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവുക. ആ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള മെസ്സേജ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്കിയിട്ട് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡ് ആകുന്ന വേയിൽ നമുക്ക് തിരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡിവൈസിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻപുട്ട്, ഓപ്ഷൻ ബി മോണിറ്റർ, ഓപ്ഷൻ സി ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് കീബോർഡ്. ഏതാണ് നമുക്ക് ഇൻഫർമേഷൻ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറ്? ഔട്ട്പുട്ട് ഡിവൈസസ്. സോ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഡേറ്റയെ തിരിച്ച് ഹ്യൂമൻ റീഡബിൾ ആക്കി മാറ്റുന്നത് ആരാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of function key in keyboard are അല്ലെങ്കിൽ is എത്ര നമ്പർ ഓഫ് ഫംഗ്ഷൻ കീസ് ആണ് നമ്മുടെ കീബോർഡിനകത്ത് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര നമ്പർ ഓഫ് ഫംഗ്ഷൻ കീസ് ആണ് നമ്മുടെ കീബോർഡിനകത്ത് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 15. എത്ര കൈൻഡ് ഓഫ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫംഗ്ഷൻ കീസ് ആണ് നമ്മുടെ കീബോർഡിനകത്ത് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 14, ബി 12, സി 13 ആൻഡ് ഡി 15. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 13 നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഉള്ളത്, കീബോർഡിനകത്ത് ഉള്ളത് കേട്ടോ. 13 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ, ഷിഫ്റ്റ് ആൻഡ് ഓൾട്ട് ആർ നോൺ ആസ് ഡാഷ് കീസ്. അതായത് കീബോർഡിനകത്തുള്ള കൺട്രോൾ കീ, അതുപോലെ ഷിഫ്റ്റ് കീ, അതുപോലെ ALT ആൾട്ടറേഷൻ കീ എന്നൊക്കെ പറയുന്നത് ഏത് കൈൻഡ് ഓഫ് കീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കീബോർഡിനകത്ത് ഇതിനൊക്കെ നമ്മൾ എന്ത് കൈൻഡ് ഓഫ് കീ ആയിട്ടാണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫങ്ഷൻ കീ, ഓപ്ഷൻ ബി മോഡിഫയേഴ്സ്, ഓപ്ഷൻ സി ആൽഫ ന്യൂമറിക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് അഡ്ജസ്റ്റ്മെന്റ് കീ. അപ്പോൾ ഈ പറയുന്ന കൺട്രോള്, ഷിഫ്റ്റ്, ഓൾട്ട് എന്ന് പറയുന്നതൊക്കെ ഏത് കൈൻഡ് ഓഫ് കീ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഈ പറയുന്ന കൺട്രോളും ഷിഫ്റ്റും ഓൾട്ട് എന്നൊക്കെ പറയുന്നത് എന്ത് കീ ആണ്? മോഡിഫയേഴ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ആർ ഓൺലി ഇൻപുട്ട് ഡിവൈസസ്. അതായത് താഴെ തന്നിരിക്കുന്ന ഫോളോയിങ് ഓപ്ഷൻസിൽ ഇൻപുട്ട് ഡിവൈസസ് മാത്രമായിട്ടുള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
മൗസ്, കീബോർഡ്, മോണിറ്റർ, ജോയ്സ്റ്റിക്ക്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മൗസ്, കീബോർഡ്, മോണിറ്റർ, ജോയ്സ്റ്റിക്ക്. ഇതിനകത്ത് മോണിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ നമ്മൾ ഈ കാറ്റഗറിയിൽ കണക്കാക്കില്ല. സോ എ അല്ല. ഇനി ഓപ്ഷൻ ബി, മൗസ്, കീബോർഡ്, പ്രിന്റർ, ലൈറ്റ് പെന്ന്. മൗസ്, കീബോർഡ്, പ്രിന്റർ, ലൈറ്റ് പെന്ന്. സോ ഇവിടെ പ്രിന്റർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ നമുക്ക് അതും ഗ്രൂപ്പിനകത്ത് എടുക്കാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ സി, മൗസ്, കീബോർഡ്, സ്കാനേഴ്സ്, ജോയ്സ്റ്റിക്, ലൈറ്റ് പെൻ. മൗസ് ഇൻപുട്ട് ആണ്, കീബോർഡ് ഇൻപുട്ട് ആണ്, സ്കാനർ ഇൻപുട്ട് ആണ്, ജോയ്സ്റ്റിക് ഇൻപുട്ട് ആണ്, ലൈറ്റ് പെൻ ആണ്. സോ ഇവര് ഓപ്ഷൻ കറക്റ്റ് ആണ്. സി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഡി. ഡിക്കകത്ത് വരുന്ന ഏതൊക്കെയാണ്? മൗസ്, കീബോർഡ്, ട്രാക്ക് ബോള്, ടച്ച് സ്ക്രീന്, മൈക്രോഫോണ്. അപ്പോൾ മൗസ് എന്ന് പറയുന്ന ഇൻപുട്ടാണ്, കീബോർഡ് എന്ന് പറയുന്ന ഇൻപുട്ടാണ്, ട്രാക്ക് ബോൾ എന്ന് പറയുന്ന മൗസിന്റെ താഴെ കാണുന്ന ആ ബോളാണ്, അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ടച്ച് സ്ക്രീൻ നമ്മൾ ടച്ച് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സോ ടച്ച് എന്ന് പറയുന്നത് എന്താണ്? ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഇൻപുട്ടാണ്. മൈക്രോഫോൺ എന്ന് പറയുന്നതും ഇൻപുട്ടാണ്. സോ ഡിയും എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് ബോത്ത് സി ആൻഡ് ഡി ആണ്. സോ സി എന്ന് പറയുന്നതും കംപ്ലീറ്റ് ആയിട്ട് ഇൻപുട്ടിന്റെ ഗ്രൂപ്പാണ്. അതുപോലെ ഡി എന്ന് പറയുന്നതും കംപ്ലീറ്റ് ആയിട്ട് ഇൻപുട്ടിന്റെ ഗ്രൂപ്പാണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നതാണ് ബോത്ത് സി ആൻഡ് ഡി ആണ്. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സി എന്ന് പറയുന്നതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് ആണ്. അതുപോലെ ഡി എന്ന് പറയുന്നതും ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യു ഷുഡ് നോ ടു കാറ്റഗറൈസ് ദി ഇൻപുട്ട് ആൻഡ് ദി ഔട്ട്പുട്ട് ഡിവൈസസ്. സോ ഈ ഇൻപുട്ട് ഡിവൈസസ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ടച്ച് സ്ക്രീൻ ഒക്കെ നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സോ ടച്ചിങ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻപുട്ടിങ് ആണ്. അപ്പോൾ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which input device is used for input to text, numbers and commands to the computer? ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് അതായത് എന്തെങ്കിലും ഒരു കമാൻഡ്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റ്, നമ്പേഴ്സ്, കമാൻഡ്സ് ഒക്കെ ഏത് ഡിവൈസിൽ കൂടെയാണ്, ഏത് ഇൻപുട്ട് ഡിവൈസിൽ കൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏത് ഇൻപുട്ട് ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റും നമ്പേഴ്സും കമാൻഡ്സും ഒക്കെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി കീബോർഡ്, ഓപ്ഷൻ സി സ്കാനേഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏത് ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റ്, നമ്പേഴ്സ്, കമാൻഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കുക? ഏത് വെച്ചിട്ടായിരിക്കും? ഓപ്ഷൻ ബി കീബോർഡ്. കാരണം മൗസ് വെച്ചിട്ട് നമുക്ക് കീസ് എൻ്റർ ചെയ്യാനോ ഇൻപുട്ട് ടെക്സ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റുമോ? ഇല്ല. കീബോർഡ് ആണെങ്കിൽ നിറയെ കീസ് ഉണ്ട്, അതിനകത്ത് നമ്പേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ കമാൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കൈൻഡ് ഓഫ് സിമ്പിൾസ് എല്ലാം തന്നെ നമ്മുടെ ഈ പറയുന്ന കീബോർഡിൽ അവൈലബിൾ ആണ്. പിന്നെ സ്കാനേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ടു സ്കാൻ എ പെർട്ടിക്കുലർ തിങ്, അതിന് വേണ്ടി മാത്രമേ നമുക്ക് സ്കാനേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഈ പറയുന്ന 3 ഇൻപുട്ട് ഡിവൈസ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കീബോർഡ് വഴി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ്, നമ്പേഴ്സ്, കമാൻഡ്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ മോസ്റ്റ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ടു പുഷ് ഇങ്ക് ഓൺ ടു ദി പേപ്പർ? അതായത് പേപ്പറിലോട്ട് ഇങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് എന്ത് മെക്കാനിസമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് പേപ്പറിലോട്ട് ഇങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്, ഓപ്ഷൻ ബി ഗ്രാവിറ്റി, ഓപ്ഷൻ സി എയർ പ്രഷർ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഇലക്ട്രോ കണ്ടക്റ്റീവ് പ്ലേറ്റ്സ്. ഏത് മെക്കാനിസം, ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏത് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ഇങ്ക് പേപ്പറിലോട്ട് പ്രിന്റ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് ഇലക്ട്രോ കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് ഉണ്ട്. നമ്മളിതിൻ്റെ ലെക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് ആൻ ഇലക്ട്രോ കണ്ടക്റ്റീവ് പ്ലേറ്റ്, അതിനകത്ത് നമ്മൾ ഇങ്ക് സ്പ്രെഡ് ചെയ്തിട്ട് അതിനാണ് ഇങ്ക് പുഷ് ചെയ്തിട്ട് പേപ്പറിലോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇലക്ട്രോ കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ഇങ്ക് പേപ്പറിലോട്ട് പുഷ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിന്റർ സ്പ്രേയിങ് ഫൈൻ ഡ്രോപ്സ് ഓഫ് ഇങ്ക് ഓൺ ടു ദി പേപ്പർ? പേപ്പറിലോട്ട് ഫൈൻ ഡ്രോപ്സ് ഓഫ് ഇങ്ക് നമ്മൾ സ്പ്രേ ചെയ്തിട്ട്
പേപ്പറിലോട്ട് പ്രിന്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രിന്റേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡെയ്സി വീലർ, ഓപ്ഷൻ ബി ഡോട്ട് മാട്രിക്സ്, ഓപ്ഷൻ സി തെർമൽ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഇങ്ക് ജെറ്റ്. ഏത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ പേപ്പറിലോട്ട് ഇങ്ക് പ്രിന്റ് ചെയ്യുന്നതെന്നാണ്. അതെന്താണ്? ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ് ആണ് കേട്ടോ. ഇനി there are dash main types of DVI cables ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് DVI കേബിളിന് എത്ര ടൈപ്പ് ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. എത്ര ടൈപ്പ് ആയിട്ടാണ് നമ്മൾ DVI കേബിൾ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി 2 ആണ്. രണ്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. DVI-I-യും DVI-Dയും അങ്ങനെ രണ്ട് കൈൻഡ് ഓഫ് DVIs ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ഏതൊക്കെയാണ്? DVI-Iയും നെക്സ്റ്റ് DVI-Dയും. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് DVI കേബിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോയാക്ഷ്യൽ കേബിൾസ് ആർ ഓൾസോ നോൺ ആസ്. അതായത് കോയാക്ഷ്യൽ കേബിൾസിനെ നമ്മൾ വേറെ എന്തോ പേരിലും കൂടി നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈത്തർനെറ്റ് കേബിൾ, ഓപ്ഷൻ ബി കോയാക്സ്, ഓപ്ഷൻ സി സോളാർ കേബിൾസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് റബ്ബർ കേബിൾസ്. ഏതാണ്? ഓപ്ഷൻ ബി കോയാക്സ് ആണ് കേട്ടോ. സോ കോയാക്ഷ്യൽ കേബിൾ ഇസ് ഓൾസോ നോൺ ആസ് കോയാക്സ് എന്നും പറയാറുണ്ട് കേട്ടോ. എന്താണ്? കോയാക്സ്. കോയാക്ഷ്യൽ കേബിൾ ഇസ് ഓൾസോ നോൺ ആസ് കോയാക്സ്. ഓക്കെ. Next question. These types of cables are suited for domestic purpose, for installation in the public areas and for any internal wiring switch process. അപ്പോൾ അത് ഏത് കൈൻഡ് ഓഫ് കേബിൾസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കേബിൾസ് ഫോർ ഇലക്ട്രോണിക് പാനൽസ് അല്ലെങ്കിൽ ഇലക്ട്രിക് പാനൽസ്, ഓപ്ഷൻ ബി ആർമോർഡ് കേബിൾസ്, ഓപ്ഷൻ സി റബ്ബർ കേബിൾസ്, ഓപ്ഷൻ ഡി സോളാർ കേബിൾസ്. ഏത് കേബിൾ ആണ് വിച്ച് ഇസ് സൂട്ടബിൾ ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്, for installation in public area and internal wiring switch box? അത് ഏതിനായിരിക്കും? നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കേബിൾ ആയിരിക്കും സൂട്ടബിൾ ആയിട്ടുണ്ടാവുക? കേബിൾസ് ഫോർ ഇലക്ട്രിക് പാനൽസ് ആയിരിക്കോ, ആർമോർഡ് കേബിൾസ് ആയിരിക്കോ, റബ്ബർ കേബിൾസ് ആയിരിക്കോ, സോളാർ കേബിൾസ് ആയിരിക്കോ? കേബിൾസ് ഫോർ ഇലക്ട്രിക് പാനൽസ്. ഇതായിരിക്കും ആ ഒരു കൈൻഡ് ഓഫ് ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ നമുക്ക് കുറച്ചും കൂടി പബ്ലിക് ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അങ്ങനെ ഇന്റേണൽ വയറിംഗ് സ്വിച്ച് ബോക്സിനൊക്കെ കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കേബിൾസ് എന്ന് പറയുന്നത് ഇതാണ് കേബിൾസ് ഫോർ ഇലക്ട്രിക് പാനൽസ് ആണ്. So hope you understood the class. Thank you.